നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ആലത്തൂരിൽ ഗുണ്ട ആക്രമണം, യുവാവിന് പരിക്കേറ്റു. കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടേഴ്സ് ഡേ വിപുലമായി ആഘോഷിച്ചു. ചാലക്കുടി കൂടപ്പുഴ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. 1 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. പാലിയേക്കര ടോൾ പ്ലാസയിൽ അനുവദിച്ചിരുന്ന സൗജന്യ യാത്രാ പാസിന്റെ കാലാവധി 1 വർഷമാക്കി. വാർത്തകൾ വിശദമായി. കൊടകര ആലത്തൂരിൽ ഗുണ്ട ആക്രമണം, യുവാവിന് പരിക്കേറ്റു. ആലത്തൂർ തൊണ്ടപ്പള്ളി വീട്ടിൽ സുഭാഷിനാണ് പരിക്ക്. ഉടുമുണ്ടിൽ കല്ല് കെട്ടിയാണ് ഇയാളെ അടിച്ചതെന്നാണ് ആരോപണം. കാപ്പ പ്രകാരം കൊടകര പോലീസ് നാടുകടത്തിയ ആലത്തൂർ പേരാട്ട് വീട്ടിൽ സതീഷിന്റെ രണ്ടാമത്തെ മകൻ അജ്വൽ, കൊടകര അഴകം പാട്ടത്തിൽ വീട്ടിൽ വിഷ്ണു, കൊളത്തൂർ കിഴക്കേപ്പുരയ്ക്കൽ സുരേഷ് കുമാറിന്റെ മകൻ ദേവഹർഷൻ എന്നിവരെ സംഭവവുമായി ബന്ധപ്പെട്ട് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. കാപ്പ പ്രതി സതീഷ് ഒളിവിലാണ്. സംഘടനത്തിൽ പരിക്കേറ്റ സുഭാഷിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടേഴ്സ് ഡേ വിപുലമായി ആഘോഷിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സ്മിത, ഡോക്ടർ AS കവിത, ഡോക്ടർ ചിപ്പി മധുസൂദനൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ PB അന്ത്രു നേതൃത്വം നൽകി. SBI കൊടകര ബ്രാഞ്ച് മാനേജർ സന്നിഹിതനായിരുന്നു. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ വായനാ പക്ഷാചരണത്തിന്റെ 13ാം ദിവസം മലയാളത്തിലെ കാൽപ്പനിക കവികളിൽ ഒരാളായ എടപ്പള്ളി രാഘവൻ പിള്ളയുടെയും കേരളത്തിലെ പ്രശസ്ത നോവലിസ്റ്റും ചെറുകഥാകൃത്തും നാടകകൃത്തുമായ P കേശവദേവിന്റെയും അനുസ്മരണം സംഘടിപ്പിച്ചു. ശിവശങ്കരൻ മാഷ്, സഹൃദയ കോളേജ് മലയാള വിഭാഗം അധ്യാപിക സൂര്യ PV എന്നിവർ ക്ലാസ് നയിച്ചു. ലൈബ്രറിയൻ സുഷമ T ശാന്തൻ, മണികണ്ഠൻ P, ശരത് C രമേശ് എന്നിവർ സംസാരിച്ചു. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് സ്കൂൾ, ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ, വായനക്കാർ എന്നിവർ പങ്കെടുത്തു. അങ്ങനെയൊക്കെ അല്ലാതെ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് അല്ലേ. നമ്മളൊരു ലൈബ്രറിയുടെ ഭാഗമായിട്ട് കടന്നു വരുന്നു. അവിടുത്തെ പുസ്തകങ്ങളെ കുറിച്ച്, എഴുത്തുകാരെ കുറിച്ച്, നമ്മളെക്കാൾ എത്രയോ മുൻപ് കടന്നു പോയവരെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചാലക്കുടി കൂടപ്പുഴ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. 1 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. തിങ്കളാഴ്ച രാവിലെ 5:30 ക്ഷേത്രം മേൽശാന്തി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ചാണ് മോഷണം നടത്തിയിരിക്കുന്നത്. ശ്രീകോവിലിന്റെ 2 പൂട്ട് തകർത്ത ശേഷമാണ് മോഷ്ടാവ് അകത്ത് കടന്നിരിക്കുന്നത്. സ്ഥിരമായി ഭഗവതിയെ ചാർത്തുന്ന മരതക കല്ലിന്റെ പതക്കവും നെക്ലേസ് മാലയും കൂടാതെ സ്ഥിരമായി ഉപയോഗിക്കുന്ന പട്ടും താലിയുമാണ് മോഷണം പോയിരിക്കുന്നത്. എന്നാൽ ഭണ്ഡാരങ്ങളിൽ നിന്നോ മറ്റൊന്നും കവർച്ച നടത്തിയിട്ടില്ല. ക്ഷേത്രത്തിന്റെ തന്നെ മറ്റൊരു വാതിൽ ഉള്ളിൽ നിന്ന് തുറന്നാണ് മോഷണത്തിനു ശേഷം മോഷ്ടാവ് പുറത്തു കടന്നിട്ടുള്ളതെന്നാണ് സൂചന. 6 മാസം മുൻപ് ഇതേ അമ്പലത്തിൽ ഭണ്ഡാരം തല്ലിപ്പൊളിച്ച് മോഷണം നടന്നിട്ടുണ്ട്. ഏകദേശം 10,000 രൂപ അന്ന് നഷ്ടപ്പെട്ടതായി ക്ഷേത്രം കൺവീനർ നന്ദകുമാർ ചിറക്കൽ, കരയോഗം സെക്രട്ടറി സുകുമാരൻ മറ്റത്തിൽ, കരയോഗം പ്രസിഡന്റ് AN പ്രകാശ് എന്നിവർ അറിയിച്ചു. സംഭവമറിഞ്ഞ് ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. പരാതിയെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. വൈകിട്ട് ഒരു 7 മണിയോട് കൂടിയിട്ട് അടച്ചുപോയി. ഇന്ന് കാലത്ത് അമ്പലം ഒരു 5:30 മണിയോട് കൂടി വന്ന് തുറന്നപ്പോഴാണ് ഇവിടെ മോഷണശ്രമം നടന്നതായിട്ട് കണ്ടത്. സൈഡിലുള്ള ഗ്രില്ല് ഇട്ട സ്ഥലത്ത് കൂടെ ഉള്ളിലേക്ക് കയറി ഓട് പൊളിച്ച് 3 ഓട് മാറ്റി ഉള്ളിലേക്ക് കടന്നിട്ടാണ് ശ്രീകോവിലിൻ്റെ പൂട്ട് തല്ലി പൊളിച്ചു. അതിൻ്റെ പൂട്ട് 2 ലോക്കുണ്ട്. ആ 2 ലോക്കും തകർത്ത് ഉള്ളിൽ കടന്നിട്ട് സ്ഥിരമായിട്ട് ചാർത്തുന്ന ഒരു മരതകക്കല്ലിൻ്റെ ഒരു പതക്കുണ്ട്, അത് പിന്നെ കൂടാതെ ഒരു സ്ഥിരമായിട്ട് ചാർത്തുന്ന ഒരു നെക്ലസ് മാല, ഇത് 2ഉം കവർന്നിട്ടുണ്ട്. കരുവന്നൂരിൽ മാനസിക അസ്വസ്ഥമുള്ള യുവാവ് ഓട്ടോറിക്ഷ പേട്ടയിൽ നിന്നും ഓട്ടോ ടാക്സി എടുത്തുകൊണ്ടുപോയി അപകടം സൃഷ്ടിച്ചു.
ഞായറാഴ്ച വൈകിട്ട് 5:30യോടെയാണ് സംഭവം. കരുവന്നൂർ ചെറിയപാലം ഓട്ടോറിക്ഷപ്പേട്ടയിൽ കിടന്നിരുന്ന വാളക്കടവിൽ റോയ് എന്നയാളുടെ ഓട്ടോ ടാക്സിയാണ് കരുവന്നൂർ സ്വദേശിയായ മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവ് എടുത്തുകൊണ്ടുപോയത്. വലിയ പാലം കഴിഞ്ഞ ഉടനെ മുന്നിൽ പോയിരുന്ന ഇരിങ്ങാലക്കുട സ്വദേശിയായ കൃഷ്ണൻകുട്ടിയുടെ കാറിന് പിറകിൽ ഇയാളുടെ വാഹനമിടിച്ചു. അപകടത്തിൽ കാറിന്റെ പുറകുവശവും ഓട്ടോ ടാക്സിയുടെ മുൻവശവും തകർന്നു. അപകടത്തിൽ ആർക്കും ഗുരുതര പരിക്കില്ല. ഇരിങ്ങാലക്കുട പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. നാട്ടുകാരും പോലീസും ചേർന്ന് ഏറെ ശ്രമകരമായാണ് ഓട്ടോ ടാക്സി റോഡിൽ നിന്നും മാറ്റിയിട്ട് ഗതാഗതം സുഗമമാക്കിയത്. വാഹന ഉടമകളുടെ തിരക്ക് നിയന്ത്രിക്കാനാകാത്ത സാഹചര്യത്തിൽ പാലീക്കര ടോൾ പ്ലാസയിൽ നിന്ന് അനുവദിച്ചിരുന്ന സൌജന്യ യാത്രാ പാസിന്റെ കാലാവധി 1 വർഷമാക്കി. ടോൾ പ്ലാസയുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽപ്പെടുന്ന വാഹനങ്ങൾക്കുള്ള യാത്രാ സൌജന്യത്തിന്റെ സമയപരിധിയാണ് നീട്ടിയത്. നേരത്തെ ഇത് 6 മാസമായിരുന്നു. ജൂൺ 1 മുതൽ സമർപ്പിച്ച അപേക്ഷകർക്കെല്ലാം പുതിയ പരിഷ്കാരം ബാധകമാകും. പുതിയ പാസിന് അപേക്ഷിച്ചവർക്കും നിലവിലെ പാസ് പുതുക്കാൻ എത്തുന്നവർക്കും 1 വർഷത്തേക്ക് യാത്രാ സൌജന്യം ലഭിക്കും. ജൂൺ 1 മുൻപ് പാസ് പുതുക്കിയവർ 6 മാസത്തിനകം വീണ്ടും പുതുക്കണം. തുടർന്നും ഇവർക്കും 1 വർഷത്തെ കാലാവധി ലഭിക്കും. വാഹന ഉടമകൾ ആധാർ, വാഹനത്തിന്റെ RC ബുക്ക്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പുമായി എത്തിയാൽ പാസ് എടുക്കാം. നേരത്തെ 6 മാസം കൂടുമ്പോൾ വാഹന ഉടമകൾ രേഖകളുമായി ടോൾ പ്ലാസയിൽ കാത്തുനിന്ന് പാസ് എടുക്കേണ്ട സ്ഥിതിയായിരുന്നു. 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള പഞ്ചായത്ത് നിവാസികൾ താമസ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന വ്യവസ്ഥ ഒഴിവാക്കിയിട്ടുണ്ട്. കുറ്റിച്ചിറയിൽ കോഴിക്കടയുടെ മറവിൽ വിദേശ മദ്യവിൽപ്പന നടത്തിയ കടക്കാരൻ എക്സൈസിന്റെ പിടിയിൽ. കുറ്റിച്ചിറ ജംഗ്ഷനിൽ കോഴിക്കട നടത്തുന്ന കല്ലിങ്ങപ്പുറം രതീഷാണ് പിടിയിലായത്. കോഴിക്കടയിൽ നിന്ന് 55 കുപ്പി വിദേശ മദ്യം പിടികൂടി. 1-ാം തീയതി അവധി ദിവസത്തിൽ വിൽപ്പനയ്ക്കായി കടയിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ആവശ്യക്കാർക്ക് കടയിൽ നിന്ന് തന്നെ എടുത്തു നൽകുകയായിരുന്നു. കോടാലി ബിവറേജ് മദ്യവിൽപ്പനശാലയിൽ നിന്ന് പലപ്പോഴായി വാങ്ങിച്ച് കോഴിക്കടയിൽ സ്റ്റോക്ക് ചെയ്തിരുന്ന മദ്യമായിരുന്നു. ആവശ്യക്കാർക്ക് അവധി ദിവസത്തിൽ കൂടിയ വിലയ്ക്ക് വിൽപ്പന നടത്തുകയായിരുന്നു. എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വിദേശ മദ്യവും മദ്യം വിറ്റ് കിട്ടിയ പണവും പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. എക്സൈസ് സംഘത്തിൽ ഇൻസ്പെക്ടർ S. സമീർ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ KP സുനിൽകുമാർ, KN സുരേഷ്, PP ഷാജി, ജെയ്സൺ ജോസ്, സിവിൽ എക്സൈസ് ഓഫീസർ ഷിജു വർഗീസ്, വനിതാ എക്സൈസ് സിവിൽ ഓഫീസർ പിങ്കി മോഹൻദാസും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ചാലക്കുടി റേഞ്ച് പാർട്ടി ബഹുമാനപ്പെട്ട കമ്മീഷൻ ഷാപ്പുകളിൽ നിന്നും ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറ്റിച്ചിറ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ 25.25 ലിറ്റർ മദ്യവുമായിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രൈഡേയിൽ മദ്യവിൽപ്പന നടത്തുന്നു എന്നുള്ളതായിരുന്നു പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ഒരു രതീഷ്, കുറ്റിച്ചിറ സ്വദേശി രതീഷിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എക്സൈസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ കോഴിക്കട നടത്തുന്നതിന് മറവിലാണ് മദ്യവിൽപ്പന നടത്തി വന്നത്. കോഴിക്കട റെയ്ഡ് നടത്തിയതിന് ശേഷമാണ് നമുക്ക് 25.25 ലിറ്റർ മദ്യം സീസ് ചെയ്യാൻ പറ്റിയത്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു. ഈ വർഷം നടപ്പിലാക്കുന്ന FYUGPയുടെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളെ സ്വീകരിക്കുവാൻ വിപുലമായ പരിപാടികളാണ് സഹൃദയ കോളേജ് ഒരുക്കിയത്. ജൂലൈ 1 രാവിലെ 9:30 ആരംഭിച്ച പരിപാടിയിൽ ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, സഹൃദയ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചിങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കരുണ K, ഫിനാൻസ് ഓഫീസർ റവറൻ ഫാദർ ആൻഡ്രോ വട്ടോലി, PTA പ്രസിഡന്റ് തോമസ് മാത്യു എന്നിവർ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അഭിസംബോധന ചെയ്തു. സംസ്ഥാനതല FYUGP ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി 4 വർഷ ബിരുദത്തെക്കുറിച്ചുള്ള ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. ഈ അക്കാദമി വർഷത്തെ കോളേജ് ഹാൻഡ് ബുക്കിന്റെ പ്രകാശനം മാനേജർ നിർവഹിച്ചു. തുടർന്ന് പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ പ്രവീൺ ചെറിയത്തിന്റെ പ്രഭാഷണവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. അതുപോലെ തന്നെ 78ഓളം നാഷണൽ തലത്തില് സ്റ്റേറ്റ് തലത്തിലൊക്കെ മികവ് പ്രകടമാക്കിയിട്ടുണ്ട്. ഇത് എക്സ്ട്രാ കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസില് വളരെ മുൻപന്തിയിൽ നിന്നു. മൂന്നാമത്തേത് സോഷ്യൽ കമ്മിറ്റ്മെന്റ്, സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ നീങ്ങുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളത്. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിലെ ദുഃഖ്രാന തിരുനാളിന് കൊടിയേറി. കുറ്റിക്കാട് ഫൊറോന വികാരി ഫാദർ ലിജു പോൾ പറമ്പത്താണ് മാർത്തോമ കുരിശുമുടി മധ്യസ്ഥനായ മാർത്തോമ ശ്ലീഹായുടെ ദുഃഖ്രാന തിരുനാളിന് കൊടിയേറ്റിയത്. തുടർന്ന് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയുണ്ടായി. തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ അലക്സ് കല്ലേലി സഹകാർമ്മികനായി.
ഡീക്കൻ ജോർജ് കുട്ടി MSJ, തിരുനാൾ ജനറൽ കൺവീനർ ജോർജ് പന്തല്ലുകാരൻ, കൈക്കാരന്മാരായ ആന്റണി കരിയാട്ടി, ജോസ് വെട്ടുമണിക്കൽ, ഷിജു പഴയെടുത്തുപറമ്പിൽ, ലിജോ ചാതേലി എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ ദിനമായ ജൂലൈ 3-ന് ഊട്ടുനേർച്ച ഉണ്ടായിരിക്കും. പാലേക്കര ടോൾ പ്ലാസയിൽ അശ്രദ്ധമായി ടോറസ് ലോറി പിറകോട്ടെടുത്ത സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ലോറി ഡ്രൈവർ ആന്റണി തോമസിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് തൃശൂർ എൻഫോഴ്സ്മെന്റ് RTO 3 മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്. മറ്റു യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാതെ വാഹനം പുറകോട്ടെടുത്ത് അപകടമുണ്ടാക്കിയതിനാണ് നടപടി. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് 5:30യോടെയായിരുന്നു സംഭവം. പുതുക്കാട് തെക്കുതുറവ് സ്വദേശി ചേരാമ്പറമ്പിൽ രവീന്ദ്രന്റേതായിരുന്നു കാർ. ഫാസ്ടാഗിൽ പണമില്ലാത്തതിനെ തുടർന്ന് ലോറി പിറകിലേക്ക് എടുക്കുന്നതിനിടെ കാറിലിടിക്കുകയായിരുന്നു. കാറിനെ മീറ്ററുകളോളം ഇടിച്ചു നീക്കിയ ശേഷമാണ് ലോറി ഡ്രൈവർ സംഭവം അറിയുന്നത്. ബൂത്തിൽ കയറിയ വാഹനങ്ങൾ പുറകിലേക്കെടുക്കുമ്പോൾ ടോൾ ജീവനക്കാരുടെ നിർദ്ദേശം വേണമെന്നാണ് ടോൾ അധികൃതർ പറയുന്നത്. സംഭവത്തിൽ പുതുക്കാട് പോലീസ് നടപടിയെടുത്തിരുന്നു. ആതുര സേവന രംഗത്ത് സേവനം നൽകുന്ന അതിരപ്പള്ളി പഞ്ചായത്തിലെ ഡോക്ടർമാരെ അതിരപ്പള്ളി റോട്ടറി ക്ലബിന്റെയും സ്കൂൾ ഹെൽത്ത് ക്ലബിന്റെയും വെറ്റിലപ്പാറ GHSS വിദ്യാലയത്തിലെ കുട്ടി ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് MK ജിജിമോൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൌമിനി മണിലാൽ, പഞ്ചായത്ത് അംഗം KK റിജേഷ്, IR ലിജി, ട്രീസ തോമസ് എന്നിവർ സംസാരിച്ചു. ട്രൈബൽ മൊബൈൽ യൂണിറ്റ് ഡോക്ടറായി 13 വർഷക്കാലമായി കോളനികളിൽ സേവനമനുഷ്ഠിച്ചുവരുന്ന ഡോക്ടർ ഷിനിൽ UDക്ക് കർമ്മശ്രേഷ്ഠ അവാർഡ് നൽകി റോട്ടറി ക്ലബ് സെക്രട്ടറി ലിജോ മത്തായി ആദരിച്ചു. കൂടാതെ വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ പ്രശാന്ത് മാത്യു, ഡോക്ടർ ഷെറിൽ ബെന്നി, ആയുർവേദം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജസ്ലിൻ ജോസ്, വെറ്റിനറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനിൽ PS, ഹോമിയോ ഡോക്ടർ നീതു വേണുഗോപാൽ എന്നിവരെയും കുട്ടി ഡോക്ടർമാർ ആദരിച്ചു. മറ്റാരോഗ്യ പ്രവർത്തകർ, അധ്യാപകർ, റോട്ടറി ക്ലബ് അംഗങ്ങൾ എന്നിവരും നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6625 രൂപ, പവന് 53,000 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണം. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര ആലത്തൂരിൽ ഗുണ്ട ആക്രമണം, യുവാവിന് പരിക്കേറ്റു. കൊടകര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടേഴ്സ് ഡേ വിപുലമായി ആഘോഷിച്ചു. ചാലക്കുടി കൂടപ്പുഴ തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. 1 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. പാലേക്കര ടോൾ പ്ലാസയിൽ അനുവദിച്ചിരുന്ന സൗജന്യ യാത്രാ പാസിന്റെ കാലാവധി 1 വർഷമാക്കി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.